മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പക്ഷേ ആ മോഡിയുടെ ഗ്യാരണ്ടിയെ കൃത്യമായിട്ട് നമുക്ക് എടുത്ത് ഓരോന്നായിട്ട് തന്നെ പൊളിക്കാവുന്നതാണ്. പല എക്കോണമിസ്റ്റുകളും കൃത്യമായി ഇത് പഠിക്കാത്തവർ പറയുന്നത് മോഡി സർക്കാർ ഒരു വെൽഫെയർ സർക്കാരായിരുന്നു. ലക്ഷക്കണക്കിന് ഗ്യാസ് കണക്ഷൻ കൊടുത്തു, ലക്ഷക്കണക്കിന് ശൗചാലയം ഉണ്ടാക്കി, ലക്ഷക്കണക്കിന് വാട്ടർ പൈപ്പ് ടാങ്ക് ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം ഫേസ്ബുക്കിലും ട്വിറ്ററിലും അവരിടുന്ന പോസ്റ്ററുകളിലും മാത്രമേ ഉള്ളൂ. ദേശീയ മാധ്യമങ്ങളിൽ ചിലത് വേറിട്ട് നിൽക്കുന്ന ചില ദേശീയ മാധ്യമങ്ങളും ഇൻഡിപെൻഡൻറ്റ് മാധ്യമങ്ങളും ഈ പറയുന്ന ലക്ഷക്കണക്കുകളുടെ കണക്കുകൾ ശരിയാണെന്ന് തപ്പിപ്പോയപ്പോൾ പലതും തെറ്റാണെന്നും പലതും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നുള്ളതും മനസ്സിലായി. ഇനി ഇത്രമാത്രം വെൽഫെയർ സർക്കാരാണെങ്കിൽ എനിക്ക് തിരിച്ചൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. 83 കോടി ജനം ഇന്ത്യയിൽ എന്തിനാണ് 5 കിലോ അരി, റേഷൻ അരി സൗജന്യമായിട്ട് വാങ്ങിക്കാൻ ക്യൂ പോയി നിൽക്കുന്നത്? ശരി, നിങ്ങൾ 83 കോടി വിട്ടോ, പകുതി എടുത്തോ, 43 കോടിയിൽ നിന്ന് എടുത്തോ. 43 കോടി എടുത്താലും ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 1/3 റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നത് എന്തിനാണ്? അപ്പോൾ നിങ്ങളുടെ വെൽഫെയറിസം എവിടെ പോയി?